അപ്പൊ ഇതാണ് കേട്ടോ വണ്ടി. ഓണറിന് ചാവി മേടിച്ച് നമുക്ക് ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ചെക്കപ്പ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ സെറ്റാണ്. ചിലപ്പോ നമ്മുടെ ആയിരിക്കും. ഇതാണ് കേട്ടോ നമ്മുടെ 4-wheeler നോബ്. നമ്മൾ ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് തലേന ഇട്ട് കഴിഞ്ഞതാ. ഇവിടെ കാല് മുട്ടില്ലല്ലോ. ഇല്ല ഈറിന് ചെറിയ പ്രശ്നമുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ ബഹ്റിനിലാണ് ജോലി ചെയ്യണത്. അപ്പോൾ ഇവിടെ ഏകദേശം 10-16 കൊല്ലമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഇതുവരെയ്ക്കും ഞാനൊരു സ്വന്തമായിട്ട് വണ്ടി മേടിച്ചിട്ടില്ല. കമ്പനി കാറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ കാലമല്ല ഇവിടെ തന്നെ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ദൂരയാത്രയൊക്കെ പോകാനായിട്ട് നമുക്കൊരു ചെറിയ വണ്ടി മേടിക്കുന്ന കുറേ ആഗ്രഹിക്കുന്നു. ചെറിയ വണ്ടി ഇൻ ദ സെൻസ് ലൈക്ക് 4x4 പോലത്തെ ഒരു വണ്ടി. ആദ്യമൊക്കെ ചെറിയ വണ്ടി വിചാരിച്ചു. പിന്നെ നമ്മുടെ പെർപ്പസൊക്കെ മീറ്റ് ആവണമെങ്കിൽ ലൈക്ക് ടൊയോട്ടയുടെ ഒരു ഫോർച്യൂണർ ലെവലോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ്സ് 2005 ആ ഒരു മോഡൽ ലാൻഡ് ക്രൂസറൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിനൊക്കെ അത്യാവശ്യം എമൗണ്ട് ഉണ്ട് സെക്കൻഡ്സ് ആണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു വണ്ടി ഞാൻ കുറേ ഗൂഗിൾ ഇതൊക്കെ നോക്കിയ സമയത്ത് ഒരു കുഞ്ഞൊരു 4x4 ഉണ്ട്. അത്യാവശ്യം ഓവർലാൻഡിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കേപ്പബിലിറ്റിയുള്ളൊരു വണ്ടി. അപ്പോൾ ആ വണ്ടി കുറേ നോക്കണു. ഇപ്പോൾ ഒരു വണ്ടി നോക്കി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിട്ടൊന്ന് ടെസ്റ്റ് ഡ്രൈവും പിന്നെ അതേപോലെ തന്നെ മെക്കാനിക്കിനൊക്കെ ഒന്ന് കാണിച്ചിട്ട് കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ അത് എടുക്കണം വെച്ചിട്ടാണ്. അഡ്വാൻസ് കൊടുത്തിട്ട് ഈ ആഴ്ച തന്നെ എടുക്കണം വെച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് നമ്മളിത് പോസ്റ്റ് ചെയ്യണ്ട. ഈ വണ്ടി ആയിരിക്കും നമ്മൾ ട്രാവലൊക്കെ ഇനി ചെയ്യുക. ഇവിടെ ഏതെങ്കിലും ക്യാമ്പിങ്ങിന് പോകാനും അതേപോലെ ഇപ്പോൾ ബഹ്റിന് ഒരുപാട് സൗദി കയറി ഒരുപാട് സ്ഥലം കാണാനുണ്ട്. ലൈക്ക് ജോർദാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പോകാം. സൗദിക്കകത്ത് തന്നെ കുറേ അങ്ങോട്ട് ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ജോർദാൻ്റെ ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. ഇപ്പോൾ ഈദ് ഹോളിഡേയ്സ് അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് അധികം ലീവൊക്കെ വരുന്ന സമയത്തൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മറ്റേ വണ്ടിയുടെ ഓണറടുത്തേക്ക് പോവാണ്. അത് ഒരു സ്ഥലത്തല്ല, നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളും കൂടിയാണ് പോണത്. അപ്പോൾ പോയി നോക്കി വണ്ടി ഡ്രൈവൊക്കെ ചെയ്ത് ഓക്കെ ആണെങ്കിൽ മിക്കവാറും അത് വാങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഡീറ്റെയിൽസ് നന്നായിട്ട് ഞാൻ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക്. ഇപ്പോൾ ആൾ വരട്ടെ, ഇതിന് വരുന്നുണ്ട്. വന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പോകും. എന്നിട്ട് വണ്ടി ഓടിച്ചു നോക്കും. എന്നിട്ട് എല്ലാം സെറ്റാണെങ്കിൽ സെറ്റാക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ നിതിൻ ബ്രോ കേട്ടോ. ഞാൻ പറഞ്ഞു കമോൺ മാൻ. ഇതാണ്ടോ നിതിൻ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. പുള്ളിക്ക് ഇവിടെ എന്താ പരിപാടി? യൂസ്ഡ് കാറിന്റെ പരിപാടിയാണ്. എന്താണ് ബ്രോന്റെ? റെഡ് ആൻഡ് ബ്ലൂ കാർസ്. ബഹ്റിനില് റെഡ് ആൻഡ് ബ്ലൂ കാർസ് പറഞ്ഞിട്ട് യൂസ്ഡ് കാർസിന്റെ ബിസിനസ് ഉണ്ടോ പുള്ളിക്ക്. അപ്പോൾ പുള്ളിയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്താൽ മതി. സെറ്റാണ്, നമ്മുടെ അതേ വൈബിളുള്ള ആളൊക്കെയാണ്. അപ്പോൾ ബഹ്റിനുള്ളവർക്ക് നാട്ടിലുള്ളവർക്ക് വീഡിയോ കാണുന്നത് കൂടുതൽ. എനിവേസ്, അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ പുള്ളി നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി കാണാൻ പോവാണ്. വണ്ടി കണ്ടിട്ട് ഓടിച്ചു നോക്കി എല്ലാം സെറ്റാണ് ശേഷം സ്ക്രീനിൽ. ഇതാണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നിരിക്കുന്ന വണ്ടി. ഏണ്ട് ഇതാണ് കേട്ടാ നിസാൻ എക്സ്ട്രെയിൽ 2011 മോഡലാണ്. ഒരു കുഞ്ഞ് SUV. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ നിസാനാണ്, പിന്നെ 4x4 ആണ്. പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്കാണ് നമ്മളിപ്പോൾ ഈ വണ്ടി നോക്കിയിട്ടില്ല കേട്ടാ. പുള്ളി നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ വണ്ടി? ഞാൻ മറ്റേ വണ്ടി കണ്ടല്ലോ ഈ ഒരു ലെവലില്ല, വൃത്തിയില്ല. ഇതിപ്പോൾ കാര്യമായിട്ട് പെയിന്റിങ്ങോ ടച്ചപ്പോ ഒന്നും ചെയ്യാമല്ലോ. ഇല്ല. ശരിക്കും ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇതിന്റെ ഒരു ഷേപ്പ് കൊണ്ട് ചെറുതായി തോന്നുന്നു. വണ്ടി ശരിക്കും വലുതാണ്. സത്യം വൈഡായിട്ടാണെങ്കിൽ. അപ്പൊ ഇതാണ് കേട്ടോ വണ്ടി. ഓണറിന് ചാവി മേടിച്ച് നമുക്ക് ഒന്ന് ചെക്കപ്പ് ചെയ്യണം. ചെക്കപ്പ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ സെറ്റാണ്. ചിലപ്പോൾ നമ്മുടെ ആയിരിക്കും. എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, ബാബുവേട്ടനും ദേശം കൂടി. ഇത് T30 അല്ലേ ആണ് മോഡല്. സ്റ്റാർട്ടറിനൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. സ്പാർക്ക് അടിച്ചാലേ ആവുള്ളൂ. അപ്പോൾ അത് മാറ്റേണ്ടി വരും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒക്കെ ഓക്കെയാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതാണ് കേട്ടോ നമ്മുടെ 4-wheeler നോബ്. ഇതൊക്കെ
പോയിന്റ്. ഇതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് മാറ്റണം. നമ്മൾ ഈ വണ്ടിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് തലേനെ ഇട്ട് കഴിഞ്ഞതാ. ഇവിടെ കാല് മുട്ടില്ലല്ലോ. ഇല്ല ഡോർ അടച്ചു നോക്കി. ഗ്യാപ്പ് ഉണ്ട്. ഡോർ അടച്ചു നോക്കി. തുറന്നു ഇതിലേ ബാവട്ടാ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂട്ടോ. നല്ല സ്പേസ് ഉണ്ട് വണ്ടിയില്. അസലായിട്ട് ഇത്ര ഏരിയ ഫ്രീ ആണ്. തലയും മുട്ടില്ല കണ്ടോ അതൊക്കെ. തല നമുക്ക് ശരിക്കും ഇനി ഒരു കൈയിന്റെ ഗ്യാപ്പ് ഉണ്ട്. അതൊക്കെ പ്ലാസ്റ്റിക്കാ, ജസ്റ്റ് കവറിങ് ആണ് അത്. ആ അതെ അടിപൊളി. എന്താ റെഡിയായി. ഞാൻ അതായിരിക്കോ കയറ്റി നിർത്തുമ്പോ ഉള്ളിൽ എന്തെങ്കിലും ടച്ചിങ് പോയി. അതൊക്കെ നോക്കി അതൊക്കെ അസലായി നോക്കി. എല്ലാ രീതിയിലും പല രീതിയിലും അനക്കി നോക്കി. കയറ്റി നിൽക്കുന്ന അതൊക്കെ നോക്കി. നിശാന്ത് പറഞ്ഞിട്ട് നോക്കിയത്. അപ്പൊ റെഡിയായില്ല. ചെലവ് നമുക്ക് ആക്കാം. ഈ വണ്ടി കച്ചവടം നമുക്ക് ചെലവുണ്ട്. ജോൺ ചേട്ടാ അത് ചെലവാക്കാം, വിഷയാക്കണ്ട. നിങ്ങളെ ഈ വണ്ടി ആ വണ്ടി നോക്കിട്ട് പറഞ്ഞേ. അല്ല വണ്ടി എവിടെ? അതെവിടെ കൊടുത്താ? ആ കാഴ്ചക്കുണ്ട് വണ്ടി. വൃത്തിയാണോ? അല്ല ജോൺ ചേട്ടാ ഇവിടെ കാഴ്ചക്കുണ്ട്. ആ ക്ലിപ്പ് പോയിട്ടുണ്ട്. അത് ഏഷ്യൻ നോബൊക്കെ മാറ്റണം. അതൊക്കെ ക്ലിപ്പൊക്കെ ചെറിയ കംപ്ലൈന്റ്. അതൊക്കെ പ്ലാസ്റ്റിക് ആണ്. ആ നോബുകളൊക്കെ വെറുതെ ഇരിക്കുക. അതല്ലേ സ്വിച്ച് മാത്രം മാറ്റാം. സ്വിച്ച് മാത്രം മാറ്റിയാലും കംപ്ലൈന്റ് മാറത്തില്ല. ഉള്ളിൽ തന്നെ സെറ്റ്. ഉള്ളിൽ ഇത് ജാം ആവുന്നതിന്റെ ഇത്. അപ്പൊ ആ കേബിൾ നിങ്ങൾ ഇങ്ങനെ കൂടുതൽ തിരിക്കുന്ന സമയത്ത് പൊട്ടിപ്പോട്ടും. ഹീറ്ററിനകത്ത് മറ്റേ ഡോറാ. ഈ അഴുക്ക് മൊത്തം പ്ലാസ്റ്റിക് ആകുമ്പോൾ ചൂടാകുമ്പോൾ അത് ബെൻഡാവും. ബെൻഡാകുമ്പോൾ അങ്ങോട്ട് നിങ്ങൾ വരുമ്പോൾ അങ്ങോട്ട് പിടിക്കും. എല്ലാരും സ്വിച്ച് മാത്രമായിട്ട് മാറ്റി വെക്കും, വീണ്ടും പോകും. അതാണ് സംഭവം. ജോൺ ചേട്ടന് സ്വിച്ച് ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഡാഷ്ബോർഡ് അയക്കണേ പൈസ ആവും. എത്ര പൈസ ആവും? 10-60 മേലാവും ഡാഷ്ബോർഡ് അയക്കണം. അല്ല അയച്ചിട്ട് എന്ത് ചെയ്യാൻ? അയച്ചിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് റിപ്പയർ ചെയ്യും. ഇല്ലേ സാധനം മാറണമെങ്കിൽ അത് കൂടെ പൈസ ആവും. ഇത് മാത്രമല്ല, ഇതിനില്ലേ അല്ലേ ഏട്ടാ? പിന്നെ വേറെ പ്രശ്നമുണ്ട്. ചിലപ്പോ സ്റ്റാർട്ട് ആവില്ല. ആവാത്ത ടൈമില് നമ്മൾ ഇത് വെച്ചാൽ സ്റ്റാർട്ട് ആവും. അങ്ങനെ അവരത് എന്തോ നേരേക്കിയതാണ്. പിന്നെ അതിന്റെ ശേഷം വെച്ചാണ് പറഞ്ഞു സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ മറ്റല്ലേ ജോണിന് കാണിച്ചു. ജോൺ പറഞ്ഞു അത് നേരെ സ്റ്റാർട്ടറിലേക്ക് പോകണം. ഈ വയനാട് സ്റ്റാർട്ടർ സ്റ്റാർട്ടറിൽ ഓർഡർ എടുക്കണ്ടാവില്ലേ? ഓനോ അതന്നെ പറയണേ. അതേപോലെ റിലേയുടെ പ്രശ്നം വന്നാലും വരാം. അത് അതിന് റിലേ വെച്ചുകൊടുക്കാൻ പറ്റിയ എക്സ്ട്രാ വെച്ചുകൊടുക്കും. അല്ല അത് പവർ കമ്മിയായാലും അങ്ങനെ വരുന്നതാണ്. നമ്മൾ ഏകദേശം ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടാ. ഇതും കൂടി ഓക്കെ ആയി കഴിഞ്ഞാൽ ഈ വണ്ടി അങ്ങ് എടുക്കും. മുമ്പിൽ കയറി ഞങ്ങൾ ബാക്ക് കയറാം. ഞാൻ വരാം, ബാക്കിൽ വരാം. നിങ്ങൾ വണ്ടി വീഡിയോ എടുക്കാനാ. ഇതൊക്കെ ലൈവ് വോയിസ് തന്നെ. ഇപ്പൊ ഈ പറയണ നടക്കും. ആക്ച്വലി ഞാൻ വോയിസ് കൊടുക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ലൈവ് കൊടുക്കുമ്പോഴല്ലേ കാണുന്നവർക്ക് അതിൻ്റെ ഒരു വണ്ടി ഭ്രാന്തന്മാർക്ക് ഇതൊക്കെ ഇഷ്ടമായി. ബ്രോ കയറി, ബാക്ക് കയറി. ഞാനത്
ഗിയറിന് ചെറിയ പ്രശ്നമുണ്ട്. ഗിയറിന്റെ ഷിഫ്റ്റിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല. ആ ഒരു ഇടി വരുന്നുണ്ട് മാത്രമേ ഉള്ളൂ. അത് മറ്റേ ജോയിന്റ് അടിക്കുമ്പോ വരില്ലേ ബുഷൊക്കെ പോയി കഴിഞ്ഞാ? ഇല്ല. പവർ ഉണ്ട് ചേട്ടാ, പവറൊക്കെ ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. എഞ്ചിന്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അപ്പൊ ഗൈസ് നമ്മള് ഓൾമോസ്റ്റ് നമ്മള് സെറ്റാണ് അല്ലേ ബ്രോ? ഉറപ്പിച്ചു. നമ്മ മെക്കാനിക്കലുപരായിട്ടും വണ്ടിയുടെ നീറ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ആ മുഖത്തെ പുഞ്ചിരി കണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് നമ്മളെ വണ്ടി. അങ്ങനെ നമ്മൾ ഈ വണ്ടി ഫൈനലൈസ് ചെയ്തിട്ടോ. വേട്ടാ എന്റെ അഭിപ്രായം ഓക്കെ അല്ലേ? നിശാന്ത് സെറ്റ് അല്ലേ? നിശാന്തായിട്ട് നമുക്ക് വണ്ടി സെറ്റ് ചെയ്ത് തന്നെ. അപ്പൊ വണ്ടി ഓക്കെയാണ്, അടിപൊളി വണ്ടിയാണ്. അപ്പൊ നമ്മൾ അടുത്ത ആഴ്ച വണ്ടി നമ്മൾ എടുക്കും. ഓക്കെ, എന്നാ പോവാ. ബൈ ബൈ. അതെ, സന്ധിക്ക് വരാം. അവിടെ കിടന്നോ, നമ്മൾ അടുത്ത ആഴ്ച കൊണ്ടുപോകാം. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വണ്ടി എടുത്തു. അങ്ങനെ ലാസ്റ്റ് ഈ വണ്ടിയിൽ നമ്മൾ കുറെ ട്രിപ്പ് അതിലൊക്കെ പോകാം. സെറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞാൻ GCC എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ചെറിയൊരു മിനി ഓവർലാൻഡറിൻ്റെ ഡീറ്റെയിൽസ്. ഏതൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചാലും എന്തെങ്കിലുമൊക്കെ പണികൾ അതിനകത്ത് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഞാൻ കുറേ കാലം എനിക്ക് പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടോ. അതായത് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും നമ്മൾ മെക്കാനിക്കൽ പരമായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും കൂടുതൽ ഡീപ്പിൽ അത് മനസ്സിലാക്കി ചെയ്യാനൊക്കെ എനിക്ക് പറ്റി. ഒന്നാമത് ഞാൻ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു ഗ്യാരേജ് ഉണ്ട്, രാജേട്ടൻ്റെ. പുള്ളി നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ നിന്നിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ എനിക്ക് പറ്റി. ആ ഡീറ്റെയിൽസൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം പലർക്കും ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ പല കാര്യങ്ങളും നമ്മുടെ വണ്ടിയുടെ ഓരോ ഇഷ്യൂസ് വരുമ്പോൾ എന്താണെന്ന് അറിയാണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഓരോന്നും മനസ്സിലാക്കുമ്പോഴാണ് ഇതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ചെയ്ത് കറക്റ്റാക്കി സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്താണ് ഇഷ്യൂ എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഈ വണ്ടിയിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞാൻ നമ്മുടെ ചാനൽ വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വണ്ടിക്ക് മെക്കാനിക്കലി ചെയ്ത കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഓൾട്രേഷൻസ്, പിന്നെ നമ്മൾ ട്രിപ്പിന് പോകാൻ വേണ്ടി ചെയ്ത പ്രിപ്പറേഷൻസ്, ഇതെല്ലാം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനൽ വഴി GCC രാജ്യങ്ങളിൽ കാണാൻ കൗതുകമുള്ള എല്ലാ സ്ഥലങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതായിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ ട്രാവൽ പ്ലാൻസ്. ഇവിടുന്ന് അങ്ങോട്ട് കുറേ യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ SUV വാങ്ങിച്ചത് തന്നെ. ഇതൊരു സീരീസ് ഓഫ് വീഡിയോസ് ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇതിപ്പോൾ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മൾ വണ്ടി വാങ്ങിച്ച കാര്യം. പിന്നെ സെക്കൻഡിൽ നമ്മൾ ഈ വണ്ടി പണിഞ്ഞത്, തേർഡിൽ നമ്മളിതിൽ പോയ യാത്രകൾ, എനിക്ക് കിട്ടിയ പണികൾ, അങ്ങനെ ഓരോന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മൈ ഗൈസ്.